ഹായ് ഹലോ എവ്രി വൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇഫ് യുവർ ഏജ് ഈസ് 20 to 25, 55, യു ഷുഡ് നോ ദിസ്. നിങ്ങളുടെ പ്രായം ഒരു 20 വയസ്സിൻ്റെയും 55 വയസ്സിൻ്റെയും ഇടയിലുള്ള ആളുകളാണ് എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സമയത്ത് നമ്മൾക്കിതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒന്നുമില്ലാണ് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയല്ലേ? യെസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് തിങ്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ കേട്ട് തുടങ്ങിയൊരു കാര്യമാണ് എന്ത്? ഹെൽത്ത് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു 20കളിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അത്ര നല്ല എനർജി ഉള്ള സമയത്ത് നമ്മൾ അത്ര അങ്ങനെ ടേക്ക് കെയർ ചെയ്യാത്തൊരു ഏരിയയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ആക്ച്വലി ടേക്ക് കെയർ ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബോധ്യം വരും എങ്ങനെയാണ് നമ്മുടെ ബോഡി നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. സോ റിമെമ്പർ, ഹെൽത്ത് ഈസ് അനദർ ഫോം ഓഫ് വെൽത്ത്. അതുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പഴയ ആളുകൾ പറയാറുണ്ട്, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഉപ്പയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ചുവര് നമ്മളാണ്, നമ്മുടെ ബോഡിയാണ്. അത് എപ്പോഴും ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റൈറ്റ്. രണ്ടാമത്തെ കാര്യമാണ് നോർമലൈസ് വാക്കിംഗ് സം പാർട്സ് അലോൺ ബിക്കോസ് ഗോൾസ് ആർ പേഴ്സണൽ. നമുക്ക് എപ്പോഴും കുറേ ആളുകൾ നമ്മുടെ കൂടെ വേണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം. എപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരാൾക്കൊരു വാഷ്റൂം പോകണമെങ്കിൽ പോലും വേറൊരാളെ കൂട്ടിയിട്ടേക്ക് പോകുന്നുണ്ടാവുക. അത് നമ്മൾ ചെറിയ പ്രായം മുതലേ കണ്ട് ശീലിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ കടന്ന് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നടക്കേണ്ടതായിട്ട് വരും. ഓക്കെ. സോ അത് നോർമലൈസ് ചെയ്യുക. ഒറ്റയ്ക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാതകൾ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പറയില്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്നൊക്കെ. ആ ഒരു ലെവലിലേക്ക് പോകുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാവും. അതിലൊന്നും വിഷമം വിചാരിക്കേണ്ട. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. തേർഡ് തിങ്, ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഓൺ ഫിയർ ആൻഡ് യൂസ് യുവർ എനർജി ടു ബിലീവ്, ലേൺ, ക്രിയേറ്റ് ആൻഡ് ഗ്രോ. പലപ്പോഴും നമ്മൾ പേടിച്ച് എന്നെക്കൊണ്ട് നടക്കുമോ, ചെയ്താൽ ശരിയാവോ, തെറ്റിപ്പോവോ, ആരെങ്കിലും വഴക്ക് വരുമോ, അങ്ങനെ ഒരുപാട് ഫിയർ നമുക്കുണ്ട്. ഇഷ്ടംപോലെ ഫിയർ ഉണ്ട്. 1 2 3 4. ആക്ച്വലി അവിടെയൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ എനർജിയാണ്. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. എന്തൊക്കെ? എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എനിക്ക് പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബിലീവ്, ലേൺ, ക്രിയേറ്റ് ആൻഡ് ഫൈനലി ഗ്രോ. വളരാൻ ഇതെല്ലാം ആവശ്യമാണ്. സോ നമ്മുടെ എനർജി അനാവശ്യ കാര്യങ്ങളിൽ കൺസ്യൂം ചെയ്ത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വേസ്റ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി ഓൾവേസ് ഹാവ് സീറോ എക്സ്പെക്റ്റേഷൻ ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവർ എനിക്കത് ചെയ്തു തരും, ഇത് ചെയ്തു തരും, ഞാൻ അവരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ, ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇവരെനിക്കിത് കൊണ്ടുതരും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണത്. എനിക്ക് ആളുകൾ പലതും ചെയ്തു തരും എന്നതറിയുന്ന എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതിരിക്കുക. അത് 0 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഹാപ്പിയാക്കും. അതൊരു 30കളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. 20കളിലുള്ള ആളുകൾ ആ ഒരു എക്സ്പീരിയൻസസിലൂടെ പോകുന്നേ ഉണ്ടാവുള്ളൂ. അവർക്ക് അതിനുള്ള സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ ഹാപ്പനിങ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ അതവർ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് താമസമെടുക്കും. അപ്പോൾ ചില ആളുകൾ അങ്ങനെയൊന്നുമില്ല, എക്സ്പെക്റ്റ് ചെയ്യണേൽ എന്താ കുഴപ്പം. എക്സ്പെക്റ്റേഷൻസ് ആർ ലീഡ്സ് ടു ഡിസപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ 0 എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്തോളൂ, സ്നേഹിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു റിവാർഡ് ആൻഡ് റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരെയും സ്നേഹിക്കാനോ സഹായിക്കാനോ പോകണ്ട. അത് നിങ്ങളെ കൂടുതൽ വിഷമങ്ങളിലേക്കായിരിക്കും നയിക്കുക. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, 0 എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തോളൂ, നോ പ്രോബ്ലം. ക്ലിയർ? യെസ്. അടുത്തത് 5ാമത്തെ കാര്യമാണ്. ദ 5th വൺ,
യു വോണ്ട് ബി യങ് ഫോർ എവർ. ഇപ്പം നിങ്ങൾക്കുള്ള ഈ ഒരു എനർജി, ഈ ഒരു എന്തൂസിയാസം, അതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ്, ബോഡി ഇപ്പോൾ നിങ്ങൾ പറയണൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കണ്ണെത്തുന്നിടത്ത് കൈയും മെയ്യും ഒക്കെ എത്തുന്ന സമയമാണ്. പക്ഷെ കുറെ കൂടി കഴിഞ്ഞാൽ ഈ ഒരു എനർജി ഇതുപോലെ, അല്ലെങ്കിൽ ഈ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല. സോ ഡു വാട്ട് മേക്സ് യു ഹാപ്പി എവറി ഡേ. നിങ്ങളെ ഇപ്പോൾ ഹാപ്പി ആക്കി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആസ് എ യങ് പേഴ്സൺ ആയിട്ടിരിക്കുന്ന സമയത്ത്. അത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു തുടങ്ങും. പിന്നീട് നമുക്കതൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ഓ, ഞാൻ എൻ്റെ ആ ഒരു നല്ല സമയത്ത് ഇതൊന്നും ആസ്വദിച്ചില്ലല്ലോ, ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ്, കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡോണ്ട് ട്രൈ ടു ചേഞ്ച് എനി വൺ, ചേഞ്ച് ഹൗ യു ഡീൽ വിത്ത് ദം. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളെപ്പോഴും നിങ്ങളത് ശരിയാക്കൂ, നിങ്ങളത് ശരിയാക്കൂ, നിങ്ങളത് പറയുന്നത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ആളുകളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അത് നടക്കുന്ന കാര്യമേ അല്ല. നമുക്കൊരിക്കലും വേറൊരാളെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി അഥവാ നമുക്കങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മളടുത്ത് മാത്രമായിരിക്കും അവർ ആ ചേഞ്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് വളരെ ടെമ്പററി ആണ്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ചേഞ്ച് ഹൗ യു ഡീൽ വിത്ത് ദം. നമ്മൾ ആളുകളോട് ഡീൽ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, അതിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാൻ സാധിക്കൂ. ഐ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് യു സീ ഡെയിലി ഷേപ്സ് യു. അതായത് നിങ്ങൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളെ ഡെയിലി ബേസിസിൽ ഷേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബ്രെയിനിനെ ഇതെല്ലാം ഡെയിലി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഇഫ് യു സ്ക്രോൾ ഡ്രാമ ഓൾ ഡേ, യുവർ മൈൻഡ് സ്റ്റാർട്ട്സ് ടു തിങ്ക് ലൈക്ക് ഇൻ എ ഡ്രാമ വേ. നിങ്ങൾ ഇപ്പോൾ റീൽസിൽ കാണുന്ന, ഷോർട്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. കുറേ കുട്ടികൾ പറയാറുണ്ട് എക്സാം എഴുതുമ്പോൾ ഒരു റീലാണ് മിസ്സേ ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയായിരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. സോ നിങ്ങളുടെ ബ്രെയിനിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇത് ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ എന്താണോ ഡെയിലി ബേസിസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ആൻഡ് ഫ്രീ യുവർ സെൽഫ് ഫ്രം സൊസൈറ്റീസ് അഡ്വൈസ്. മോസ്റ്റ് ഓഫ് ദം ഹാവ് നോ ഐഡിയ വാട്ട് ദേ ഹാവ് ഡൂയിങ്. ഓരോരുത്തർ പറയുന്ന പോയി കേൾക്കാൻ നിൽക്കണം. അപ്പം ഞാൻ പറയുന്ന കാര്യം പോലും അതുപോലെ അങ്ങോട്ട് കേട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്യണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ പറയണത് ശരിയാണോ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും എസെൻസ് ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. അല്ലാണ്ട് എല്ലാവരും പറയുന്ന അഡ്വൈസസ് അതേപോലെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്കതിൽ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് 9th വണ്ണിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് യുവർ സർക്കിൾ ഈസ് സപ്പോസ് ടു ബി പ്രൗഡ് നോട്ട് ജെലസ്. ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു അച്ചീവ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണ്, എനിക്കിങ്ങനെ കിട്ടി, എനിക്കിങ്ങനെ ഒരു എക്സാം ഞാൻ പാസ്സായി, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, എനിക്കിങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന ആളുകളായിരിക്കണം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവേണ്ടത്. ആൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെലസ്. ഓ, അവൾക്ക് അങ്ങനെ കിട്ടി, അല്ലെ അവനിങ്ങനെ കിട്ടി, അവനിങ്ങനെ പോവുകയാണ്, അവൻ എബ്രോഡ് പോവുകയാണ്, അല്ലെങ്കിൽ അവൻ പഠിക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ജലസ് ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെയല്ല നിങ്ങൾ ഉണ്ടാവുന്നത്. യു ഹാവ് ടു ബി supposed to be in a circle that they are proud about yourself. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ എപ്പോഴും ഷിയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. ആൻഡ് മാസ്റ്റർ സെൽഫ് ഡിസിപ്ലിൻ പ്ലസ് കൺസിസ്റ്റൻസി ആൻഡ് വാച്ച് യുവർ ലൈഫ് ചേഞ്ച്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ സെൽഫായിട്ട് ഡിസിപ്ലിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. പെട്ടെന്നൊരു ദിവസം കുറേ കാര്യങ്ങൾ ഇൻറ്റൻസൈസ് ചെയ്യുന്നതിലല്ല, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിലാണ് നമുക്ക് എന്തുള്ളത്, ഒരു സക്സസ് ഇരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലിലേക്ക് നമ്മൾ എത്താണ് പോയിൻറ്റ്സിലേക്ക്. ദ ഫാമിലി യു ക്രിയേറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഫാമിലി യു കം ഫ്രം. അതായത് നമ്മൾ ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി.
ആ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെ പ്രിയപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ടാവും. അപ്പം നമ്മൾ ആരൊക്കെയാണ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയുള്ള മനുഷ്യരാണ്, അവരുടെ ക്യാരക്ടർ, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയുള്ളതാണെന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ബ്ലെസ്ഡ് ആയി, നമുക്ക് നല്ലൊരു ഫാമിലി കിട്ടിയതിൽ ആ വാല്യൂസൊക്കെ നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി എങ്ങനെയുള്ളതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഡോണ്ട് ഗോ ബ്രോക്ക് ട്രൈങ് ടു ഇംപ്രസ് പീപ്പിൾ. ഇതൊരു പ്രായത്തിൽ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ്സും അവരുടെ ഒരു കൺസിഡറേഷനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പ്ലീസ് ചെയ്യുക, ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങൾ പോവാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങളുടെ ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ബാക്കിയുള്ളവരെ നിങ്ങൾ ഹാപ്പി ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് അങ്ങനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിനെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അത് നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് മാറുകയും ചെയ്യും. സോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രിയപ്പെട്ട ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ് നല്ലത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇത്രയും പോയിൻറ്റ്സ് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അറിഞ്ഞിട്ടും കാര്യമില്ല, ഈ അറിഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ബ്യൂട്ടിഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് നമുക്ക് മാത്രമാണ്. ഓക്കെ, സോ വിത്ത് ദിസ് ലൈൻ ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.